ഹലോ മക്കളെ, വെൽക്കം ടു വിങ്സ് അക്കാദമീസ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ബയോടെക്നോളജി ചാപ്റ്റർ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ? നമ്മൾ 2 ലൈവ് ക്ലാസ്സുകളിലൂടെ ഓൾമോസ്റ്റ് ചാപ്റ്റർ ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനിലേക്ക് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ? പ്രോസസ് ഓഫ് ബയോടെക്നോളജി. അതായത് ബയോടെക്നോളജിയിലെ പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ടീച്ചർ കഴിഞ്ഞ 2 ലൈവ് സെഷനിലും പറഞ്ഞു തന്നിരുന്നു 3 ടോപ്പിക്സ് ആയിട്ടാണ് നമ്മുടെ എന്ത് കിടക്കുന്നത്, ഈ ചാപ്റ്റർ കിടക്കുന്നത്. ഒന്നാമത്തെ ടോപ്പിക് എന്താ? പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി. അത് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതല്ലേ. എന്താണ് ബയോടെക്നോളജി, അല്ലെങ്കിൽ എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ എന്താണ് കെമിക്കൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ എന്താണ് റീകോംബിനന്റ് ബയോടെക്നോളജി, ഇതൊക്കെ എന്താണെന്നാണ് നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിൽ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ടോപ്പിക് എന്താ? ടൂൾസ് ഇൻ റീകോംബിനന്റ് DNA ടെക്നോളജി. എന്താണ് ടൂൾസ്? അതായത് നമ്മുടെ ബയോടെക്നോളജി നടത്തണമെങ്കിൽ നമുക്ക് ഒരുപാട് ടൂൾസുകളുടെ സഹായം വേണം അല്ലേ? ഒരുപാട് ടൂളുകളെ പറ്റി നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചേ? റെസ്ട്രിക്ഷൻ എൻസൈമിനെ പറ്റി പഠിച്ചു, ലിഗേസിനെ പറ്റി പഠിച്ചു, ഹോസ്റ്റ് ഓർഗാനിസത്തിനെ പറ്റി പഠിച്ചു, ക്ലോണിംഗ് വെക്ടറിനെ പറ്റി പഠിച്ചു, പോളിമറൈസ് എൻസൈമിനെ പറ്റി പഠിച്ചു അല്ലേ? ഒരുപാട് ആൾക്കാരെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞ എന്തില് ലൈവ് സെഷനിൽ. ഇനിയാണ് ഈ ചാപ്റ്ററിൽ 4 മാർക്ക് വെയിറ്റേജിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ തുടങ്ങുന്നത്. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഞാൻ പഠിപ്പിക്കുന്ന ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എൻ്റെ മക്കളെ ശ്രദ്ധിച്ചിരിക്കണം. ഇനിയാണ് ശരിക്കും നമ്മൾ ചാപ്റ്ററിലേക്ക് കിടക്കുന്നത്. ഓക്കെ, എന്താണ് പ്രോസസ് ഇൻ റീകോംബിനന്റ് DNA ടെക്നോളജി? എങ്ങനെയാണ്, ഏതൊക്കെ പ്രോസസ്സുകളാണ് നമ്മുടെ ബയോടെക്നോളജിയിലുള്ളത് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നോക്കാം നമുക്ക്. യെസ്, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. ആദ്യം തന്നെ നോക്കിയടാ, പ്രോസസ് ഓഫ് ബയോടെക്നോളജി, സ്റ്റെപ്സ് ഓഫ് റീകോംബിനന്റ് DNA ടെക്നോളജി. ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്ന പ്രോസസ്സുകൾ അതിൻ്റെ ഓർഡറിൽ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 8 പ്രോസസ്സുകളാണ് എൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ളത്. എത്ര പ്രോസസ്സുകളാ? 8. അപ്പോൾ ഹെഡിങ് എന്താണ്? പ്രോസസ് ഓഫ് ബയോടെക്നോളജി. എന്തെല്ലാം പ്രോസസ്സുകളാണ് ബയോടെക്നോളജിയിലുള്ളത്? അതിൻ്റെ ഒരു 8 സ്റ്റെപ്പ് ഈ ഓർഡറിലാണ് ഈ പ്രോസസ്സുകളൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഐസൊലേഷൻ ഓഫ് DNA. എന്താണ് ഐസൊലേഷൻ ഓഫ് DNA? ഇപ്പോൾ മിസ് പറഞ്ഞു തന്നിരുന്നു, മിസ്സിന് ഒരു ക്യാരക്ടർ, ഒരു ജീവിയുടെ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ജീവിയുടെ ബോഡിയിൽ നിന്ന് ആ DNA മിസ് ഐസൊലേറ്റ് എടുക്കണ്ടേ? എന്നാലല്ലേ വേറെ ഓർഗാനിസത്തിന് അതെനിക്ക് വെച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേടാ? ഇപ്പോൾ മിസ്സിന് ഇൻസുലിൻ ഉണ്ടാക്കുന്ന ജീനിനെയാണ് ആവശ്യം. അങ്ങനെയാണെങ്കിൽ മിസ് എന്ത് ചെയ്യണം? ഇൻസുലിൻ ഉണ്ടാക്കുന്ന ജീനുള്ള ഒരു ഓർഗാനിസത്തിനെ കണ്ടുപിടിച്ചിട്ട് ആ ഓർഗാനിസത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യണം? ആ DNA എന്ത് ചെയ്തെടുക്കണം? ഐസൊലേറ്റ് ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ ബയോടെക്നോളജിയിലെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ എന്താണ് ഐസൊലേഷൻ ഓഫ് DNA? ഏത് DNA ആണോ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കേണ്ടത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐസൊലേഷൻ ഓഫ് DNA എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ? ഫ്രാഗ്മെന്റേഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഇപ്പോൾ ഒരു ഓർഗാനിസത്തിനുള്ളിൽ നിന്ന് നമ്മൾ എന്തിനെ എടുത്തു? DNA എടുത്തു. ആ ക്യാരക്ടറുള്ള DNA നമ്മൾ എടുത്തു. ഇനി നോക്കിയടാ, ഒരു ഓർഗാനിസത്തിന്റെ ബോഡി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബോഡിയിൽ 2.2 മീറ്റർ ലെങ്തിലാണ് അവന്റെ എന്തിരിക്കുന്നത്? DNA ഇരിക്കുന്നത്. അത്രയും ലെങ്ത് ഉള്ള DNA ആവശ്യമുണ്ടോ നമുക്ക്? ഇല്ല. ഇപ്പൊ മിസ്സിന് ഇൻസുലിൻ ഉണ്ടാക്കുന്ന ജീനിനെയാണ് ആവശ്യമെങ്കിൽ ആ ജീൻ ഇരിക്കുന്ന പോർഷൻ മാത്രം പോരെ മിസ്സിന്? പോരേടാ, ബാക്കിയുള്ള പാർട്ടിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ എൻസൈമിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ DNA നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ചെയ്തെടുക്കണം. എന്ത് ചെയ്യണം? കട്ട് ചെയ്തെടുക്കണം. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഫ്രാഗ്മെന്റേഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. നമ്മൾ എടുത്ത DNA എന്തുപയോഗിച്ച് കട്ട് ചെയ്യുന്നതാണ് രണ്ടാമത്തെ പോയിന്റ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ച ഫ്രാഗ്മെന്റേഷൻ. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രാഗ്മെന്റുകളാക്കുക, ചെറിയ ചെറിയ പീസുകളാക്കുക. ഇതാണ് നമ്മുടെ ബയോടെക്നോളജിയിലെ പ്രോസസ്സുകളിലെ രണ്ടാമത്തെ പോയിന്റ്. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താ? സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് യൂസിങ് ജെൽ ഇലക്ട്രോഫോസിസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് കേട്ടോ. എന്താണ് മക്കളെ? separation of DNA fragments using gel electrophoresis.
അപ്പൊ മിസ് പറഞ്ഞു നമ്മുടെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ചിട്ട് മിസ് എന്ത് ചെയ്തു? DNA കട്ട് ചെയ്തെടുത്തു. ഇനി കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ഫ്രാഗ്മെന്റുകൾ ഉണ്ടാവില്ലേ നമ്മൾ DNA കട്ട് ചെയ്യുമ്പോൾ? ഇതിൽ ഏത് ഫ്രാഗ്മെന്റ് ആണ്? ഒരുപാട് കഷ്ണങ്ങൾ നമുക്ക് കിട്ടും DNA അല്ലെ? ഇതിൽ ഏത് കഷ്ണമാണ് നമുക്ക് ആവശ്യം? ഇൻസുലിൻ ഉണ്ടാക്കുന്ന ജീൻ ഏതാണ് എന്ന് മിസ്സിന് DNA ചോദിച്ചാൽ പറഞ്ഞുതരോ? ഇല്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? അതിനെ വേർതിരിച്ചെടുക്കണം അല്ലെ? കട്ട് ചെയ്ത DNAകളിൽ നിന്ന് ഫ്രാഗ്മെന്റുകളിൽ നിന്ന് ഏത് ജീനിനെയാണോ നമുക്ക് ആവശ്യം അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് എന്താ? ജെൽ ഇലക്ട്രോഫോസിസ്. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് യൂസിങ് ജെൽ ഇലക്ട്രോഫോസിസ്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന DNA ഫ്രാഗ്മെന്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. എന്തുപയോഗിച്ചിട്ട്? ജെൽ ഇലക്ട്രോഫോസിസ് ഉപയോഗിച്ചിട്ട്. ഓക്കെ അല്ലേ? ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്താ? ജോയിനിങ് ദ DNA ഫ്രാഗ്മെന്റ് ഇൻ ടു ദ വെക്ടർ. ഇപ്പൊ എന്തായി? ജെൽ ഇലക്ട്രോഫോസിസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ജീനിനെ നമ്മൾ കണ്ടെത്തി. ഇനി ആ ജീനിനെ ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിനുള്ളിലേക്ക് കടത്തി വിടണ്ടേ? അങ്ങനെ സിമ്പിൾ ആയിട്ട് കടത്തി വിടാൻ പറ്റുമോ? ഇല്ല അല്ലേ? മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു, ഒരു DNA അങ്ങ് സുഖമായിട്ട് അല്ലെങ്കിൽ ഒരു ജീനിനെ അങ്ങ് സുഖമായിട്ട് എടുത്തിട്ട് ഒരു ഓർഗാനിസത്തിനുള്ളിലേക്ക് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കടത്തി വിടാൻ പറ്റില്ല. അതിനെന്ത് ചെയ്യണം? ആ ഒരു ജീനിനെ ആരുമായിട്ട് ഒട്ടിച്ചു കൊടുക്കണം? വെക്ടറുമായിട്ട് ജോയിൻ ചെയ്യിക്കണം. ഓക്കെ, അപ്പൊ വെക്ടറുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണ്ടേ ആ DNA? അതാണ് നാലാമത്തെ ജോയിനിങ് ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ഇൻ ടു ദ വെക്ടർ. വെക്ടറുമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന DNA എന്ത് ചെയ്യും? ജോയിൻ ചെയ്യും. ഓക്കെ, അതാണ് എന്ത്? നാലാമത്തെ സ്റ്റെപ്പ്. മനസ്സിലാവുന്നില്ലെങ്കിൽ പ്രീവിയസ് ലൈവ് ക്ലാസ് കാണുക, അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് മിസ് പറയുന്നുണ്ട്. പ്രീവിയസ് ക്ലാസ് കണ്ടാലേ ഈ ക്ലാസ് മനസ്സിലാവുള്ളൂ ട്ടാ. ഓക്കെ, ഇനി അഞ്ചാമത്തേത് എന്താ? ആംപ്ലിഫിക്കേഷൻ യൂസിങ് PCR. എന്താണ് മക്കളെ? അതായത് ഇപ്പൊ നമ്മൾ വെക്ടറുമായിട്ട് നമ്മളെ ഇഷ്ടപ്പെട്ട ജീനിനെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഇപ്പോ ഒരു വെക്ടറുമായിട്ട് നമ്മൾ നമ്മുടെ ഡിസൈർഡ് ജീനിനെ ഒട്ടിച്ചു കൊടുത്തു. ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തില് ഇതങ്ങ് മിസ്സായി പോയാലോ? നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയില്ലേ? എന്തായി? ഇവിടെ പോയിട്ട് ഐസൊലേറ്റ് ചെയ്തത് വെറുതെ ആയി അല്ലേ? അത് എൻസൈം വെച്ച് കട്ട് ചെയ്തത് വെറുതെ ആയി. വെക്ടറുമായിട്ട് ജെൽ ഇലക്ട്രോഫോസിസ് വെച്ച് വേർതിരിച്ചത് വെറുതെ ആയി. വെക്ടറുമായിട്ട് ഒട്ടിച്ചു കൊടുത്തതൊക്കെ വെറുതെ ആയി. കാരണം എന്താ? അത് മിസ്സായി പോയി. അങ്ങനെ മിസ്സായി പോകാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ റീകോമിനന്റ് DNA, അതായത് ആ കട്ട് ചെയ്ത പോർഷനും വെക്ടറും തമ്മിൽ ഒട്ടിച്ച് ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയ റീകോമിനന്റ് DNA നമ്മൾ എന്ത് ചെയ്യണം? ലാർജ് നമ്പർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, ലാർജ് നമ്പറിൽ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ പിന്നെ ഒന്ന് രണ്ടെണ്ണൊക്കെ മിസ്സായി പോയാൽ കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ, ലാർജ് നമ്പർ ഇല്ലേ? ഓക്കെ, അതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. ആംപ്ലിഫിക്കേഷൻ ബൈ യൂസിങ് PCR. ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനാ ആംപ്ലിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നത്? അതായത് സൗണ്ട് ഒക്കെ നല്ല ഹൈ ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ആംപ്ലിഫയർ കൂട്ടാൻ, തീവ്രത കൂട്ടാൻ. അത് തന്നെ ആംപ്ലിഫയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെക്ടറുമായിട്ട് ജോയിൻ ചെയ്ത്, നമ്മുടെ വെക്ടർ ആണെങ്കിൽ ഈ വെക്ടറുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ DNA എന്ത് ചെയ്യും? മൾട്ടിപ്പിൾ നമ്പർ ഓഫ് കോപ്പീസിന് ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇവന് ഈ റീകോമിനന്റ് DNA മിസ്സായി പോയി കഴിഞ്ഞാൽ ഇത്രയും നേരം നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ആള് വെറുതെ ആയി പോവില്ലേ? അങ്ങനെ ആവാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആംപ്ലിഫയിങ് ബൈ യൂസിങ് PCR. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നാണ് PCR-ന്റെ ഫുൾ ഫോം. അതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അടുത്തത് എന്താ? അപ്പൊ നമ്പർ കുറേ കോപ്പീസ് കിട്ടി നമുക്ക് ഈ റീകോമിനന്റ് DNA-യുടെ. അടുത്തത് എന്താ? റീകോമിനന്റ് DNA is transformed into the host. ഇനി എന്താ? കുറേ കോപ്പീസിനെ കിട്ടി. ഇനി ഇതെന്ത് ചെയ്യണം? നമ്മുടെ ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ ഉള്ളിലേക്ക് ഇതിനെ വെച്ച് കൊടുക്കണം. ഓക്കെ, ഹോസ്റ്റ് ഓർഗാനിസം ആയിട്ട് നമ്മൾ സാധാരണ ഈക്കോളൈനൊക്കെയാണ് യൂസ് ചെയ്യുക. അപ്പൊ നമ്മുടെ റീകോമിനന്റ് DNA നമ്മൾ എന്ത് ചെയ്യാണ്? ഇനി ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ ഉള്ളിലേക്ക് കടത്തിവിടും. അടുത്തത് ഏഴാമത്തെ സ്റ്റെപ്പ് എന്താ? എക്സ്ട്രാക്ഷൻ യൂസിങ് ബയോറിയാക്ടർ. ഓക്കെ, ബയോറിയാക്ടർ എന്ന് പറഞ്ഞാലൊക്കെ മിസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇതിനെ ബയോറിയാക്ടർ എന്ന് പറഞ്ഞാൽ വലിയൊരു ലാർജ് വെസലാണ്.
ഇതിന്റെ ഉള്ളിലേക്ക് ഈ ഹോസ്റ്റ് ഓർഗാനിസത്തിനെ മൊത്തം ഇട്ടിട്ട് ലാർജ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്താലേ കുറച്ചെങ്കിലും നമുക്ക് എന്ത് കിട്ടുള്ളൂ, പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. ഇപ്പൊ മിസ് പറഞ്ഞു ഇൻസുലിൻ ജീനിനെയാണ് മിസ് ഇവിടെ ഒട്ടിച്ചു കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്, ഇൻസുലിൻ അല്ലേ. അപ്പോ PCR ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കുറെ പേര് പ്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം അത് ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് ഈ ഹോസ്റ്റ് ഓർഗാനിസത്തിനെ നമ്മൾ എവിടേക്ക് വെച്ചു കൊടുക്കുകയാണ്, ലാർജ് ബയോ റിയാക്ടേഴ്സിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ലാർജ് എമൗണ്ടിൽ നമുക്ക് എന്ത് കിട്ടും, ഇൻസുലിൻ കിട്ടും. ഓക്കെ, ബയോ റിയാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, എന്താണ്, ഒരു ലാർജ് വെസലാണ്. അപ്പോൾ ഇൻസുലിൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും അറ്റ്മോസ്ഫിയറും ഈ ബയോ റിയാക്ടറിനുള്ളിൽ അവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഹോസ്റ്റ് ഓർഗാനിസം ഈ ബയോ റിയാക്ടറിനുള്ളിൽ കിടന്നിട്ട് ലാർജ് എമൗണ്ടിൽ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും, ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായോ? ലാസ്റ്റ് വൺ എന്താ, ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതിൽ ഉപയോഗശൂന്യമായതും അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല രീതിയിലൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന കുറേ എന്താ പ്രൊഡക്റ്റ് ആണോ ഇതൊന്നും ഒക്കെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യും, യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇൻസുലിൻ ഇതിൽ ഉണ്ടായി, ബയോറിയാക്ടറിൽ നിന്ന് നമ്മൾ ഇൻസുലിനെ കളക്ട് ചെയ്തു. എന്നിട്ട് ഇത് മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ടല്ലേ മനുഷ്യന് യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ. അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് അത് മനുഷ്യന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പ് വരുത്തുന്ന പ്രോസസ്സാണ് എന്താ, ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. ഇങ്ങനെ 8 കാര്യങ്ങളാണ് എൻ്റെ മക്കൾക്ക് പ്രോസസ് ഓഫ് ബയോടെക്നോളജി എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇന്ന് നമ്മൾ ഈ സെക്ഷനിൽ ആകെ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ 3 ടോപ്പിക്സ് ആണ്. ബാക്കിയുള്ള 1, 2, 3, 4, 5 ടോപ്പിക്സ് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജെൽ ഇലക്ട്രോഫോറസിസ് വരെയുള്ള സ്റ്റെപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും പഠിക്കണം. ഈ ഓർഡർ ഞാൻ എക്സാമിന് ചോദിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ്, ഐസൊലേഷൻ ഓഫ് DNA ഒന്നാമത്തത്. രണ്ടാമത്തത് എന്താ, ഐസൊലേറ്റ് ചെയ്ത DNA നമ്മൾ എന്ത് ചെയ്യും, എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ച് കട്ട് ചെയ്യും. കട്ട് ചെയ്ത ആളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ആളെ മാത്രം നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. എന്തുപയോഗിച്ചിട്ട്, ജെൽ ഇലക്ട്രോഫോറസിസ് ഉപയോഗിച്ചിട്ട്. അടുത്തത് എന്താ, ജെൽ ഇലക്ട്രോഫോറസിസ് ഉപയോഗിച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നമ്മുടെ ആളെ നമ്മൾ എന്ത് ചെയ്യും, എന്താ ചെയ്യുക, വെക്ടറുമായിട്ട് കൂട്ടി ഒട്ടിക്കും. ഓക്കെ, എന്നിട്ട് റീകോമ്പിനന്റ് DNA ഉണ്ടാക്കും. ഈ റീകോമ്പിനന്റ് DNA വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇത് കുറച്ചുണ്ടായാൽ ശരിയാവോ, എവിടെയെങ്കിലൊക്കെ വെച്ച് ഇത് മിസ്സായി പോകും. അപ്പോൾ എന്ത് ചെയ്യും, ലാർജ് എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യും. കുറേ പ്രൊഡ്യൂസ് ചെയ്താൽ കുറച്ചൊക്കെ മിസ്സായി പോയാൽ കുഴപ്പമില്ല അല്ലേ. PCR ഉപയോഗിച്ച് നമ്മൾ ഇതിന് എന്ത് ചെയ്യും, ലാർജ് എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യും. ലാർജ് എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്ത ഇവനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഹോസ്റ്റ് ഓർഗാനിസത്തിനുള്ളിലേക്ക് കടത്തിവിടും. ഏത് ഓർഗാനിസത്തിനുള്ളിലേക്കാണോ വെച്ചു കൊടുക്കുന്നത് ആ ഓർഗാനിസത്തിനുള്ളിലേക്ക് നമ്മുടെ റീകോമ്പിനന്റ് DNA വെച്ചു കൊടുക്കും. എന്നിട്ട് ഈ റീകോമ്പിനന്റ് DNA നമ്മൾ ബയോ റിയാക്ടറിൽ കൊണ്ടുവന്നിടും. ഇപ്പോൾ ഇൻസുലിൻ അല്ലേ മിസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ ജീനല്ലേ നമ്മൾ വെച്ചു കൊടുത്തത്. ഈ ബയോ റിയാക്ടറിൽ വെച്ചിട്ട് ഇവൻ ലാർജ് എമൗണ്ടിൽ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും, ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇൻസുലിൻ അടുത്ത സ്റ്റെപ്പ് എന്താ, ഈ ഇൻസുലിൻ ഉപയോഗപ്രദമാണോ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളതാണോ, മനുഷ്യന് യൂസ് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെഡിസിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു എന്താ ക്വാളിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നടത്തുന്നതാണ് എന്താ, ഡൗൺ സ്ട്രീം പ്രോസസ്. മനസ്സിലായോ? 8 സ്റ്റെപ്പുകളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ 3 സ്റ്റെപ്പുകൾ നോക്കാം. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ മക്കളെ. യെസ്, ഫസ്റ്റത്തേത് എന്താ മിസ് പറഞ്ഞു. ഫസ്റ്റത്തെ ടോപ്പിക് എന്താണെന്നാണ് മിസ് പറഞ്ഞത്, ശ്രദ്ധിച്ചേ, ഐസൊലേഷൻ ഓഫ് DNA. എന്താണ് മക്കളെ, ഐസൊലേഷൻ ഓഫ് DNA. ഈ ഐസൊലേഷൻ ഓഫ് DNA എങ്ങനെയാണ് നടത്തുന്നത് നമുക്ക് നോക്കാടാ. യെസ്, ശ്രദ്ധിച്ചേടാ. മിസ് നേരത്തെ പറഞ്ഞു ഒരു ഓർഗാനിസത്തിന്റെ ഒരു ക്യാരക്ടർ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഓർഗാനിസത്തിന്റെ ഉള്ളിൽ നിന്ന് ആ ക്യാരക്ടറിന് കാരണമായിട്ടുള്ള DNA നമ്മൾ എടുക്കണം. ഓക്കെ, എന്നാലല്ലേ അത് മറ്റൊരു ഓർഗാനിസത്തിന് നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഐസൊലേഷൻ ഓഫ് DNA. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഐസൊലേഷൻ ഓഫ് DNA. ഐസൊലേറ്റ് ചെയ്ത് എടുക്കുക. ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേടാ. ഇതൊരു ബാക്ടീരിയ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ബാക്ടീരിയയുടെ ഉള്ളിലെ DNA ആണ് ഈ കിടക്കുന്നത്. ഓക്കെ, ഈ DNAക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. ഓക്കെ, എന്താ കഴിവ്, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് തന്നെ വിചാരിക്കാം. ഓക്കെ, അപ്പൊ മിസ് എന്ത് ചെയ്തു, മിസ്സിന് ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായി. ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ളത് നല്ല കാര്യമല്ലേ. അപ്പൊ മിസ്സിന് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ മിസ് എന്ത് ചെയ്തു, DNA കളക്ട് ചെയ്യാൻ പോവാം.
പക്ഷേ ഒരു പ്രശ്നം ഉണ്ടടാ, എങ്ങനെയാ നമ്മൾ കളക്ട് ചെയ്യുക? ബാക്ടീരിയയുടെ ഉള്ളില് എവിടെയാ ഇതിരിക്കുന്നത്? സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലാണ് ഇതിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇതെങ്ങനെയാ നമ്മൾ കളക്ട് ചെയ്യുക? ഒരുപാട് പ്രോസസ് ഇല്ലേ? ബാക്ടീരിയയുടെ പുറത്ത് എന്താ ഒരു സെൽ വാൾ ഉണ്ട്, അത് ബ്രേക്ക് ചെയ്ത് പ്ലാസ്മ മെംബ്രെയിൻ ബ്രേക്ക് ചെയ്ത് ഇതിന്റെ ഉള്ളിലാണ് ആരിയിരിക്കുന്നത്? DNA ഇരിക്കുന്നത്. അപ്പോ ഇതിന്റെ ഉള്ളിലെ DNA നമ്മൾ എടുക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഈ സെൽ വാൾ ബ്രേക്ക് ചെയ്യണ്ടേ? യെസ്. അപ്പൊ എന്താണ് ഇത്? ബാക്ടീരിയ ആണെങ്കിലാണ് ഈ കാര്യം. ഇനി പ്ലാന്റ് സെൽ ആണെങ്കിലോ? പ്ലാന്റ് സെൽ ആണെങ്കിൽ എങ്ങനെയാണ് മക്കളെ? ഒരു പ്ലാന്റ് സെൽ ആണെങ്കിൽ പ്ലാന്റ് സെല്ലിന്റെ ഉള്ളിൽ ഒരു ക്യാരക്ടർ ആണ് ഇപ്പൊ മിസ്സിന് ഇഷ്ടമായതെന്ന് വിചാരിക്കാം. ഓക്കെ, കളർ വേറെ വരക്കാം മക്കളെ. പ്ലാന്റ് സെല്ലിന്റെ ഉള്ളില് ഒരു ക്യാരക്ടറാണ് മിസ്സിന് ഇഷ്ടമായതെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്തു? മിസ് ഇതിന്റെ ഉള്ളിൽ ഒരു DNA ആണ് കളക്ട് ചെയ്യാൻ പോകുന്നത്. ആ ക്യാരക്ടറുള്ള DNA ആണ് മിസ് കളക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? പ്ലാന്റ് സെല്ലിന്റെ ഉള്ളിലെ ഈ സെൽ വാൾ കട്ട് ചെയ്യണം അല്ലേ? എന്നിട്ട് അതിന്റെ ഉള്ളിലല്ലേ DNA കിടക്കുന്നേ, എന്നാലല്ലേ മിസ്സിന് എടുക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മളൊരു DNA ഐസൊലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ആ DNA ഏത് ഓർഗാനിസത്തിന്റെ ഉള്ളിലാണോ ഇരിക്കുന്നത് ആ ഓർഗാനിസത്തിന് ചുറ്റുമുള്ള മെംബ്രെയിൻ എന്ത് ചെയ്യണം? നശിപ്പിച്ച് കളയണം. എന്നാലല്ലേ നടക്കുള്ളൂ മക്കളെ. നമുക്ക് DNA മാത്രം പോരെ, നമുക്ക് ആ മെംബ്രെയിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ആ മെംബ്രെയിനെ നമ്മൾ എന്ത് ചെയ്യണം? നശിപ്പിച്ച് കളയണം. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ലൈസിങ് എൻസൈം. ലൈസിങ് എൻസൈം എന്ന് പറഞ്ഞാൽ എന്താ? ബ്രേക്കിംഗ് എൻസൈം. എന്തെങ്കിലുമൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എൻസൈമിനെ വിളിക്കുന്ന പേരാണ് എന്താ? ലൈസിങ് എൻസൈം. ഓക്കെ, എന്തെങ്കിലും വസ്തുക്കളൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എൻസൈമിനെ വിളിക്കുന്ന പേരാണ് എന്താ? ലൈസിങ് എൻസൈം. ഇപ്പൊ ശ്രദ്ധിച്ചേടാ, ഇത് ബാക്ടീരിയ ആണെങ്കിൽ ബാക്ടീരിയയുടെ സെൽ വാള് ബ്രേക്ക് ചെയ്തിട്ട് വേണ്ടേ നമുക്ക് ഇതിനുള്ളിലുള്ള DNA എടുക്കാൻ അല്ലേ? അപ്പോ ആ സെൽ വാളിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് എന്തിനെയാ? എൻസൈമിനെയാണ്, ലൈസിങ് എൻസൈമിനെയാണ്. നോക്കിയടാ, ഇപ്പൊ നമ്മൾ എടുക്കുന്നത് എന്താ? പ്ലാന്റ് സെൽ ആണെന്ന് വിചാരിക്കും. പ്ലാന്റ് സെല്ലിന്റെ ഉള്ളിലെ എന്താ DNA എടുക്കുന്നതെങ്കിൽ പ്ലാന്റ് സെല്ലിന്റെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാ? സെല്ലുലോസ് കൊണ്ടാ. എന്തുകൊണ്ടാ മക്കളെ? സെല്ലുലോസ്. എന്തുകൊണ്ടാ? സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോ സെല്ലുലോസിനെ ലയിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എൻസൈമാണെന്ത്? സെല്ലുലൈസ്. എന്താ മക്കളെ? എന്താ? സെല്ലുലൈസ്. എന്താ മക്കളെ? സെല്ലുലൈസ്. സെല്ലുലോസ് കൊണ്ടാണ് പ്ലാന്റ് സെല്ലിന്റെ സെൽവാൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോ ആ സെൽവാൾ ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈം ഏതായിരിക്കും? സെല്ലുലൈസ്. ഇനി ഒന്ന് നോക്കിയടാ, ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ബാക്ടീരിയയുടെ ഉള്ളിലെ DNA ആണെന്ന് വിചാരിക്കേ. അപ്പൊ ബാക്ടീരിയയുടെ പുറത്തുള്ള സെൽവാൾ നമുക്ക് നശിപ്പിക്കണം അല്ലേ? അപ്പൊ മിസ് ഉപയോഗിക്കാൻ പോകുന്ന എൻസൈം എന്താ? ലൈസോസൈം. ഏതാ മക്കളെ? ലൈസോസൈം. എന്താണ്? ബ്രേക്ക് ദ സെൽ വാൾ ഓഫ് ബാക്ടീരിയ. ഓക്കെ, ഇനി ചിലപ്പോ മിസ്സിന് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എവിടെയായിരിക്കും? ഒരു ഫംജിയിലായിരിക്കും. ഓക്കെ, ഒരു ഫംജിയുടെ ഉള്ളിലായിരിക്കും മിസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഫംഗിയുടെ പുറത്തുള്ള സെൽവാൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? കൈറ്റിൻ കൊണ്ടാ. ഓക്കെ, അപ്പൊ കൈറ്റിൻ ബ്രേക്ക് ചെയ്താലേ ഫംഗിയുടെ ഉള്ളിലെ DNA മിസ്സിന് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ഈ കൈറ്റിനെ മിസ് എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം. അതിനുപയോഗിക്കുന്ന എൻസൈം ആണ് എന്താ? കൈറ്റിനേസ്. ഓക്കെ, അതിനുപയോഗിക്കുന്ന എൻസൈമിന്റെ പേരെന്താ? കൈറ്റിനേസ്. അടുത്തത് എന്താ മക്കളെ? അപ്പോൾ സെൽവാളൊക്കെ ബ്രേക്ക് ചെയ്തു. ഏതാണ്? പ്ലാന്റ് സെൽ ആണെങ്കിൽ സെല്ലുലൈസ് ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്തു. ബാക്ടീരിയ ആണെങ്കിൽ ലൈസോസൈം ഉപയോഗിച്ച് നമ്മൾ ബ്രേക്ക് ചെയ്തു. ഫംജി ആണെങ്കിൽ കൈറ്റിനേസ് ഉപയോഗിച്ച് നമ്മൾ ബ്രേക്ക് ചെയ്തു. ഇനി അങ്ങനെ എന്താ? വാളൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കളഞ്ഞു. ഓക്കെ, വാളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്ത് കളഞ്ഞു. രണ്ടുപേരുടെയും വാളൊക്കെ നമ്മൾ സുഖമായിട്ട് ബ്രേക്ക് ചെയ്ത് കളഞ്ഞു. ഇനി നോക്കിയടാ, ഇത് നമ്മുടെ ബാക്ടീരിയയുടെ ഉള്ളിലുള്ള DNA അല്ലേ? ഈ DNA മാത്രമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്? അല്ലടാ, DNAക്ക് ചുറ്റും കുറെ പ്രോട്ടീൻസ് ഉണ്ടാവും. ഓക്കെ, RNAs ഉണ്ടാവും, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും. DNA-നൊക്കെ പൊതിഞ്ഞുണ്ട്. അതിനൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് അതിനൊന്നും വേണ്ട. നമുക്ക് ആരെ മാത്രം മതി? ആ DNA-നെ മാത്രം മതി. അപ്പോ ഇതിന് ചുറ്റുമുള്ള RNA-കളെയും പ്രോട്ടീനിനെയും കാർബോഹൈഡ്രേറ്റിനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്ത് കളയണം. മനസ്സിലായോ? ബ്രേക്ക് ചെയ്ത് കളയണം. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈം ആണ് എന്ത്? ശ്രദ്ധിച്ചേടാ, പ്രോട്ടീനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻ ഇൻ ദ സെല്ല്. സെല്ലിന്റെ ഉള്ളിലെ പ്രോട്ടീൻസിനൊക്കെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് എന്താ? പ്രോട്ടിയേസ്. മറന്നു പോവരുത്. ഏതാ മക്കളെ? പ്രോട്ടിയേസ്. അടുത്തത് ബ്രേക്ക് ഡൗൺ ഓഫ് RNA ഇൻ ദ സെല്ല്. ഇനി ഈ നമ്മുടെ DNA-നെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന RNA-കളൊക്കെ ബ്രേക്ക് ചെയ്ത് കളയാൻ ഉപയോഗിക്കുന്ന എൻസൈം ഏതാ? റൈബോ ന്യൂക്ലിയേസ്. റൈബോ ന്യൂക്ലിയേസ്. ഇനി ഇതിന് ചുറ്റും എന്താ? കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും. ഓക്കെ, എന്താ ഉള്ളത്? കാർബോഹൈഡ്രേറ്റ്. അപ്പോ
ബ്രേക്ക് ഡൗൺ ഓഫ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് അതാരാ ചെയ്യുക? കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്ന എൻസൈം ആണ് കേട്ടോ. ഇതെല്ലാവരും നോട്ടിലേക്ക് എഴുതണം. മിസ് നോട്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ ഇതിൽ ചെയ്യാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ എന്താണ് മിസ് പറഞ്ഞത്? ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിനുള്ളിലായിരിക്കും നമുക്ക് ആവശ്യമുള്ള ഡിസൈഡ് ആയിട്ടുള്ള DNA ഇരിക്കുന്നത്. ആ DNA നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അതിന് ചുറ്റുമുള്ള സെൽ വാളുകൾ എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം. ഓക്കെ, പ്ലാന്റ്സിലാണെങ്കിൽ സെല്ലുലൈസ് ഉപയോഗിക്കും, ബാക്ടീരിയൽ ആണെങ്കിൽ ലൈസോസൈം ഉപയോഗിക്കും, ഫംഗിയൽ ആണെങ്കിൽ കൈറ്റിനേസ് ഉപയോഗിക്കും. ഇനി ഈ DNA കവർ ചെയ്തുകൊണ്ട് RNAs ഉണ്ടാവും, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും, പിന്നെ എന്താ ഉള്ളത്? പ്രോട്ടീൻ ഉണ്ടാവും. ഇതിനൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് പ്യുവർ ആയിട്ടുള്ള DNA ആവശ്യം. അതിനെല്ലാം നശിപ്പിക്കാനുള്ള അതിനൊക്കെ യോജ്യമായിട്ടുള്ള എൻസൈംസിനെയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? DNA ഐസൊലേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ ആണോ മക്കളെ? യെസ്. ശ്രദ്ധിക്കട്ടോ. മിസ് ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തു. ഓക്കെ, എന്താ എടുത്തത്? ടെസ്റ്റ് ട്യൂബ് പോലെ ഇല്ല അല്ലേ ഇത്? കറക്റ്റ് ചെയ്ത് അടിച്ചരാട്ടോ. മിസ് ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തു. ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ബാക്ടീരിയൽ സെൽസ്, മിസ്സിന് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയൽ സെൽസ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലെ DNA ആണ് മിസ്സിന് എന്ത് ചെയ്യേണ്ടത്? ഐസൊലേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം മിസ് എന്ത് ചെയ്തു? കുറച്ച് ലൈസോസൈം ഒഴിച്ചു കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാ? ബാക്ടീരിയയുടെ സെൽ വാള് ബ്രേക്ക് ചെയ്യാൻ. അതിനുശേഷം മിസ് കുറച്ച് എന്ത് ഒഴിച്ചു? RNA പോളിമറൈസ് ഒഴിച്ചു കൊടുത്തു. എന്തിനാ? RNA-നൊക്കെ എന്ത് ചെയ്ത് കളയാൻ? ബ്രേക്ക് ഡൗൺ ചെയ്ത് കളയാൻ. പിന്നെ മിസ് എന്താ ഒഴിച്ചു കൊടുത്തത്? കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് ഒഴിച്ചു കൊടുത്തു. എന്തിനാ? നമ്മുടെ DNA-ക്ക് ചുറ്റിനുള്ള എന്തിനെ കളയാൻ? കാർബോഹൈഡ്രേറ്റിനെ കളയാൻ. പിന്നെ മിസ് ഒഴിച്ചു കൊടുത്തത് എന്താണെന്ന് അറിയോ? പിന്നെ മിസ് ഒഴിച്ചു കൊടുത്ത് കുറച്ച് പ്രോട്ടിയേഴ്സ് ഒഴിച്ചു കൊടുത്തു. കാരണം എന്താ? പ്രോട്ടിയേഴ്സ് കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ബാക്ടീരിയയുടെ ഉള്ളിലുള്ള പ്രോട്ടീൻസ് ഒക്കെ എന്താവും? നശിച്ചു പോകും. ഇപ്പോ ഈ ടെസ്റ്റ് ട്യൂബിൽ ആര് മാത്രമേ ഉള്ളൂ മക്കളെ? നമ്മുടെ പ്യുവർ ആയിട്ടുള്ള DNAs മാത്രമേ ഉള്ളൂ അല്ലേ? പക്ഷേ ഈ ടെസ്റ്റ് ട്യൂബ്, മിസ്സിന്റെ കയ്യിൽ ടെസ്റ്റ് ട്യൂബ് ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ DNAs ഇങ്ങനെ കിടക്കുക, ഒരു വെള്ളം പോലെ ഇങ്ങനെ കിടക്കുക കേട്ടോ. ഇതിൽ നിന്ന് DNA നമ്മൾ എങ്ങനെ വേർതിരിച്ചെടുക്കും? നോക്കിയടാ, ഈ ഫിഗർ നോക്കിയ എല്ലാവരും. ഈ ഫസ്റ്റ് ഫിഗർ നോക്കിയേ. ഈ ഫിഗറിൽ ഇങ്ങനെ DNAs ഇങ്ങനെ കിടക്കുന്നത് കണ്ടോ? നമുക്ക് കാണില്ല, വെള്ളം പോലെ കണ്ടോ? വെള്ളം പോലെ കിടക്കുന്നത് കണ്ടോ? DNAs ആണത്, വെള്ളം പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് DNA വേർതിരിച്ചെടുക്കണ്ടേ? എടുക്കണം. അതിനു വേണ്ടി എന്താണെന്നറിയോ ചെയ്യുക? നമ്മുടെ ഈ ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ കുറച്ച് ചിൽഡ് എത്തനോൾ ഒഴിച്ചു കൊടുക്കും. എന്താ ഒഴിച്ചു കൊടുക്കുക? ചിൽഡ് എത്തനോൾ, തണുത്ത എത്തനോൾ ഒഴിച്ചു കൊടുക്കും. എന്താ ഒഴിച്ചു കൊടുക്കുക? കുറച്ച് തണുത്ത എത്തനോൾ ഒഴിച്ചു കൊടുക്കും. അപ്പം ഇത് ഇത് ടെസ്റ്റ് ട്യൂബ് ആണെങ്കിൽ ഇതിൽ കുറേ DNAs ഉണ്ട്. ഇതിനുള്ളിലേക്ക് നമ്മൾ എന്ത് ഒഴിച്ചു കൊടുക്കും? കുറച്ച് ചിൽഡ് എത്തനോൾ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ചിൽഡ് എത്തനോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കോടാ. ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന DNAs ഒക്കെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്താ ചെയ്യാൻ തുടങ്ങുക? പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. പ്രസിപ്പിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അടിഞ്ഞുകൂടാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ കുറച്ച് ചിൽഡ് എത്തനോൾ ഒഴിച്ചു കൊടുത്തപ്പോൾ ഇതിലെ DNAs ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ആ വെള്ളത്തിൽ നിന്നൊക്കെ മാറി മുകളിലേക്ക് വന്ന് ഇങ്ങനെ അടിഞ്ഞുകൂടാൻ തുടങ്ങും. ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. എന്തുപോലെ? ഫൈൻ ത്രെഡ് പോലെ, ഇങ്ങനെ നാര് പോലെയുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു ചിൽഡ് എത്തനോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ ഇതിനുള്ളിലുണ്ടായിരുന്ന DNAs ഒക്കെ ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്തുപോലെയാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയത്? എന്തുപോലെയാ? ഫൈൻ ത്രെഡ്സ് പോലെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഫൈൻ ത്രെഡ്സ് പോലെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മിസ് ഒരു ഗ്ലാസ് റോഡ് എടുത്തു. ഗ്ലാസ് റോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, ഗ്ലാസ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റിക്ക്. അതെടുത്തിട്ട് മിസ് പതിയെ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ഇങ്ങനെ ഇളക്കിയപ്പോൾ ഈ ഗ്ലാസ് റോഡിൻ്റെ ഉള്ളിലേക്ക് മേലേക്ക് നമ്മുടെ DNAs പറ്റിപ്പിടിച്ച് കിട്ടി. ഓക്കെ, അപ്പോൾ ഇപ്പം മിസ്സിൻ്റെ കയ്യിൽ എന്തുണ്ട്? നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത, നമ്മൾ എന്ത് ചെയ്തെടുത്ത, കളക്ട് ചെയ്തെടുത്ത DNAs-നെ മിസ്സിൻ്റെ കയ്യിലേക്ക്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ DNA എന്ത് ചെയ്യുന്നത്? ഐസൊലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഇങ്ങനെ DNA ഐസൊലേറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്പൂളിംഗ്. കഴിഞ്ഞ വർഷം നിങ്ങളുടെ സീനിയേഴ്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, എന്താണ് സ്പൂളിംഗ്? അങ്ങനെയല്ല ചോദിച്ചത്, അവർ ഡെഫിനിഷൻ തന്നു, എന്നിട്ട് എന്താണിതെന്ന് ചോദിച്ചു. ആർക്കും കിട്ടിയില്ല. എല്ലാവരും എഴുതി വെച്ചത് ജെൽ ഇലക്ട്രോഫോറസിസ് എന്നാണ്. പക്ഷെ എൻ്റെ മക്കൾക്ക് തെറ്റരുത്. എന്താണ് സ്പൂളിംഗ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് precipitation. It is a process of precipitation of purified DNA by the
by the adding of chilled ethanol in the test tube. ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് ചിൽഡ് എത്തനോൾ ഒഴിക്കുമ്പോൾ പ്യൂരിഫൈഡ് ആയിട്ടുള്ള, പ്യൂരിഫൈഡ് എന്ന് പറയാൻ കാരണം എന്താണ്? ഇതിൽ സെൽ വാൾ ഉണ്ടോ? ഇല്ല. പ്രോട്ടീൻ ഉണ്ടോ? ഇല്ല. RNA ഉണ്ടോ? ഇല്ല. കാർബോഹൈഡ്രേറ്റ് ഉണ്ടോ? ഇല്ല. ഒന്നുമില്ല. അപ്പൊ പ്യൂരിഫൈഡ് ആയിട്ടുള്ള രീതിയിലല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. precipitation of purified DNA by the adding of chilled ethanol is known as spooling. ഓക്കെ, ഇനി എന്ത് ഫോമിലാണ് നമുക്ക് നമ്മുടെ DNA കിട്ടിയത്? ചെറിയ ത്രെഡ് പോലെ, ഫൈൻ ത്രെഡ്സ് പോലെ. എന്താണ് മക്കളെ? ഫൈൻ ത്രെഡ്സ് പോലെ. ദിസ് ക്യാൻ ബി സീൻ ആസ് എ ഫൈൻ ത്രെഡ്സ് ഇൻ ദ സസ്പെൻഷൻ. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ലായനിയിൽ, ടെസ്റ്റ് ട്യൂബിൽ ഉണ്ടായിരുന്ന ആ വെള്ളത്തിൽ ഫൈൻ ത്രെഡ് പോലെ നമ്മുടെ ആരെ കാണപ്പെട്ടു? നമ്മുടെ കാണപ്പെട്ടു, നമ്മുടെ DNAസിനെ കാണപ്പെട്ടു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എക്സാമിന് ചോദിക്കും, നിങ്ങളുടെ ഫൈനൽ എക്സാമിനും പ്രതീക്ഷിക്കാം 2 മാർക്സ്. ഓക്കെ അല്ലേ? ഈ ഫിഗർ മനസ്സിലായല്ലോ? ആകെ പ്യൂരിഫൈഡ് DNA, എല്ലാവരും ഒഴിച്ച് പ്യൂരിഫൈഡ് ആയിട്ടുള്ള DNA കിട്ടി. ഇനി അതിൽ നിന്ന് നമ്മൾ നൈസായിട്ട് ഒരു ചിൽഡ് എത്തനോൾ ഒഴിക്കുമ്പോൾ നമ്മുടെ DNA എന്ത് ചെയ്തു? ത്രെഡ് പോലെ ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തു. അതിനെ ഒരു ഗ്ലാസ്സിലോട്ട് വെച്ച് ഇങ്ങനെ പൊക്കിയെടുക്കുന്നത് കണ്ടോ? മക്കൾ ഇങ്ങനെ പൊക്കിയെടുക്കുന്നത്? ഇതാണ് എന്ത് മക്കളെ? സ്പൂളിംഗ്. മനസ്സിലായോ? ഇതാണ് സ്പൂളിംഗ്. ഇനി എല്ലാവരും ശ്രദ്ധിച്ചു. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു കൂട്ടം എന്തിനെ കിട്ടി? DNA കിട്ടി അല്ലെ? ഒരു കൂട്ടം എന്തിനെ കിട്ടി? DNA കിട്ടി. ഇനി ഈ DNA മൊത്തം നമുക്ക് വേണോ? വേണ്ട. നമുക്ക് ആവശ്യമുള്ള ആളെ മാത്രം പോരെ നമുക്ക്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു DNA ആണെങ്കിൽ 2.2 മീറ്റർ ആണ് ഒരു DNAയുടെ ലെങ്ത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2.2 മീറ്റർ ലെങ്ത് ഉണ്ട്. അത്രയും ലെങ്ത് ഉള്ള DNA നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് ഏത് ക്യാരക്ടറാണ് ആവശ്യം? ഇപ്പൊ മിസ്സിന് ആഗ്രഹം ഈ ഒരു DNAയുടെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനെയാണ് മിസ്സിന് എടുക്കാൻ ആഗ്രഹം. അപ്പൊ മിസ് എന്ത് ചെയ്താൽ മതി? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനെ മാത്രം എന്ത് ചെയ്താൽ മതി? അതിൽ നിന്ന് കളക്ട് ചെയ്തെടുത്താൽ മതി. അപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ഇല്ലേ? ഓർമ്മയില്ലേ? ടൂൾസിൽ പഠിച്ചത്. എന്തിനാ നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസിന് ഉപയോഗിക്കുന്നത്? കട്ട് ചെയ്യാൻ അല്ലേ? ആ എൻസൈം ഉപയോഗിച്ചിട്ട് നമ്മൾ സ്പൂളിംഗ് വഴി കളക്ട് ചെയ്ത DNA എന്ത് ചെയ്യും? കട്ട് ചെയ്യും. അങ്ങനെ സ്പൂളിംഗ് വഴി നമ്മൾ എടുത്ത നമ്മുടെ പ്യൂരിഫൈഡ് DNA റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? കട്ട് ചെയ്തു. അങ്ങനെ കുറേ എന്ത് കിട്ടി? DNAയുടെ ഫ്രാഗ്മെന്റുകൾ കിട്ടി, കഷ്ണങ്ങൾ കിട്ടി. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താ? പറഞ്ഞേടാ. The DNA can be fragmented by using restriction endonuclease. Restriction endonuclease ഉപയോഗിച്ചിട്ട് നമ്മൾ DNA എന്ത് ചെയ്തു? ഫ്രാഗ്മെന്റ് ചെയ്തു. എന്തിനാ ഫ്രാഗ്മെന്റ് ചെയ്തേ? ഇത്രയും ലോങ് ആയിട്ടുള്ള DNA ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആ ക്യാരക്ടർ ഉള്ള ജീനിനെ മാത്രമേ ആവശ്യമുള്ളൂ. ആ ക്യാരക്ടർ കൊടുക്കുന്ന ചെറിയ പോർഷൻ മാത്രമേ ആവശ്യമുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ചിട്ട് DNA കട്ട് ചെയ്യും. ഓക്കെ അല്ലേ? അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് ഈ ചാപ്റ്ററിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. ഇത് പഠിക്കാതെ നിങ്ങൾ ബോട്ടണി എക്സാമിന് പോയി കഴിഞ്ഞാൽ ഷുവറായിട്ടും നിങ്ങളുടെ 4 മാർക്ക് പോകും. ഉറപ്പാണ്. മിസ് ഉറപ്പ് തരാം. ഇത് പഠിക്കാതെ നിങ്ങൾ ബയോടെക്നോളജി ചാപ്റ്റർ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ എന്തൊക്കെ പഠിച്ചില്ലെങ്കിലും ജെൽ ഇലക്ട്രോഫോറസിസ് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ജെൽ ഇലക്ട്രോഫോറസിസ് ഞാൻ ഇത്ര സ്ട്രെസ് ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നമുക്ക് നോക്കാം. എല്ലാവരും റെഡി അല്ലേ? ശ്രദ്ധിച്ചേടാ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്താ DNAസിനൊക്കെ നമ്മൾ എന്ത് ചെയ്തു? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്ത് വെച്ചേക്കാം? കട്ട് ചെയ്ത് കുറെ പീസുകളാക്കി വെച്ചു. എന്ത് ചെയ്തു? കുറെ ഫ്രാഗ്മെന്റുകളാക്കി വെച്ചു. ഫ്രാഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കുറെ കുഞ്ഞു കഷ്ണങ്ങളാക്കി വെച്ചേക്കാം. എടാ, ഇതിപ്പോ പ്രശ്നമായില്ലേ? കുറെ കഷ്ണങ്ങളായി. ഇനി ഇതിൽ ഏതാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ? അല്ലേ? നമുക്ക് ആവശ്യം ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ അല്ലേ? നമുക്ക് അതിനെയല്ല ആവശ്യം. ഇപ്പൊ DNAനോട് ചോദിക്കാൻ പറ്റുമോ നീയാണോ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അല്ലെ, ഈ ഫ്രാഗ്മെന്റ് ആണോ ഇൻസുലിൻ പ്രൊഡ്യൂസ്? അതിനോട് ചോദിച്ചാൽ അത് പറഞ്ഞുതരോ? ഇല്ല. അപ്പൊ അത് കണ്ടുപിടിക്കണം. അപ്പൊ എന്താണ് നമ്മൾ എന്തിനാണ് ജെൽ ഇലക്ട്രോഫോറസിസ് യൂസ് ചെയ്യുന്നത്? ആ ഫസ്റ്റ് ഹെഡിങ് തന്നെ പഠിച്ചോ എന്റെ കൂടെ. എന്താണ്? സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ്. എന്തിനാ മക്കളെ? സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ്. DNA ഫ്രാഗ്മെന്റ്സ് അതെന്താ? DNAയുടെ കഷ്ണങ്ങളെ, പീസുകളെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? ജെൽ ഇലക്ട്രോഫോറസിസ്. ഓക്കെ,
അപ്പൊ എന്താണ് നമ്മൾ എൻസൈം ഉപയോഗിച്ച് കട്ട് ചെയ്ത് വെച്ച DNA ഫ്രാഗ്മെന്റുകളിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫ്രാഗ്മെന്റിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത് ജെൽ ഇലക്ട്രോഫോറസിസ്. മനസ്സിലായോ മക്കളെ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ് ജെൽ ഇലക്ട്രോഫോറസിസ്? സെപ്പറേഷൻ ഓഫ് DNA fragments by using gel electrophoresis. നോക്കാം നമുക്ക് എങ്ങനെയാണ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ മക്കളെ. ജെൽ ഇലക്ട്രോഫോറസിസ് ഇതുപോലെ തന്നെ എഴുതണം എക്സാമിന്. ഓക്കെ, ഇതുപോലെ തന്നെ ഏറ്റവും ചെറുതാക്കിയിട്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആക്കിയാണ് മിസ് തന്നിരിക്കുന്നത്. പഠിക്കണം കേട്ടോ. നോക്കിയടാ, NCERT-ൽ ആദ്യം തന്നെ എങ്ങനെയാണ് ഇത് നടത്തുന്നതെന്ന് മിസ് പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ നമ്മുടെ DNA മുറിച്ചിട്ട് ഒരുപാട് പീസുകളുണ്ട്. ഇതിൽ ഏതാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ക്യാരക്ടറുള്ള DNA ഫ്രാഗ്മെന്റ് എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാ. ഓക്കെ, ശ്രദ്ധിച്ചേടാ, ഇത് ഒരു അപ്പാരറ്റസ് ആണ്. ജെൽ ഇലക്ട്രോഫോറസിസിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്, അപ്പാരറ്റസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ശ്രദ്ധിച്ചേടാ, ഇതൊരു വെസലാണെന്ന് വിചാരിക്കാം, ഒരു പാത്രമാണെന്ന് വിചാരിക്കാം. ഈ പാത്രത്തിനുള്ളിൽ നമ്മൾ ഒരു ജെല്ല് കൊണ്ട് ഫില്ല് ചെയ്ത് വെച്ചേക്കാം. എന്തുകൊണ്ടാണ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഒരു പ്രത്യേക തരം ജെല്ല് കൊണ്ട് ഫില്ല് ചെയ്ത് വെച്ചേക്കാം. ആ ജെല്ലിനെ വിളിക്കുന്ന പേരാണ് അഗരോസ് ജെൽ. എന്താ വിളിക്കാം മക്കളെ? അഗരോസ് ജെൽ. ഓക്കെ, അപ്പൊ എന്താണ്? ഒരു പാത്രം എടുത്തു, ആ പാത്രത്തിനുള്ളിൽ നിറച്ചു നമ്മൾ എന്ത് ചെയ്തു? ഒരു ജെല്ല് ഫില്ല് ചെയ്ത് വെച്ചു, ജെല്ല് ഒഴിച്ചു വെച്ചു. ആ ജെല്ലിന്റെ പേരെന്താണ്? അഗരോസ് ജെൽ. എന്താ വിളിക്കുക? അഗരോസ് ജെൽ. ആ ജെല്ലാണ് ഇവിടുത്തെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? മെട്രിക്സ് അഥവാ മീഡിയം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? മെട്രിക്സ് അഥവാ മീഡിയം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താ മിസ് പറഞ്ഞേ? ഒരു പാത്രം പോലെ ഒരു അപ്പാരറ്റസ് ഉണ്ട്, അതിനുള്ളിൽ ഫുള്ളായിട്ട് ഒരു മീഡിയം ഉണ്ട്, ഒരു മെട്രിക്സ് ഉണ്ട്. ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തു. ആ മീഡിയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ജെല്ലാണ്. ആ ജെല്ലിന്റെ പേരെന്താ? അഗരോസ് ജെൽ. എന്താണ് മക്കളെ? അഗരോസ് ജെൽ. ഓക്കെ, ഈ അഗരോസ് ജെൽ എവിടെന്നാ നമ്മൾ ഉണ്ടാക്കുന്നത്? നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് റെഡ് ആൽഗയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രത്യേകതരം ജെല്ലാണ് കേട്ടോ അഗരോസ് ജെൽ. അഗരോസ് ജെല്ലാണ് ജെൽ ഇലക്ട്രോഫോറസിസിൽ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? മെട്രിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. 1 വേർഡ് ക്വസ്റ്റ്യൻ. ജെൽ ഇലക്ട്രോഫോറസിസിൽ ഉപയോഗിക്കുന്ന മെട്രിക്സ് എന്താണ്? മീഡിയം എന്താണ് മക്കളെ? അഗരോസ് ജെൽ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമ്മളൊരു പാത്രം എടുത്തു, അതിൽ നിറച്ച് നമ്മൾ എന്താ ഫില്ല് ചെയ്ത് കൊടുത്തത്? എന്താണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തത്? അഗരോസ് ജെല്ലിനെ ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി ശ്രദ്ധിച്ചേടാ, ഇവിടെ 1 2 3 4 എന്ന് കൊടുത്തേക്കുന്നത് കണ്ടോ? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 4 ഹോളുകൾ കണ്ടോ? 4 കുഴികൾ കണ്ടോ? ആ കുഴികളെ വിളിക്കുന്ന പേരാണ് വെൽസ്. എന്താ വിളിക്കുക? വെൽസ്. വെൽസ് എന്ന് പറഞ്ഞാൽ എന്താ? കിണർ അല്ലേ? കിണർ എന്ന് പറഞ്ഞാൽ എന്താ? കുഴിയുള്ള ഒരു സാധനല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ കിണർ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം അല്ലേ? നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് കോരുന്ന നമ്മുടെ ഫ്രണ്ടിലല്ല, വീടിന്റെ എവിടെയാണെങ്കിലും കിണർ എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? വെള്ളം കിട്ടാൻ അല്ലേ? അപ്പൊ അതെന്താ? സിംപ്ലി അതെന്താ? കുഴിയല്ലേ അല്ലേ? അപ്പോ ഇവിടെയുള്ള ഈ 4 കുഴികളെ വിളിക്കുന്ന പേരെന്താ? വെൽസ്. എന്താ വിളിക്കുക? വെൽസ്. അപ്പൊ 4 കുഴികളുണ്ട് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ മക്കളെ? ശ്രദ്ധിച്ചേടാ, ഇവിടെ ഒരു കറണ്ട് അപ്ലൈ ചെയ്യും. എന്താ അപ്ലൈ ചെയ്യാ? കറണ്ട്. എങ്ങനെയാണെന്നറിയോ ഇവിടെ കറണ്ട് അപ്ലൈ ചെയ്യാ? ഇവിടെ നെഗറ്റീവ് കാഥോഡും ഇവിടെ പോസിറ്റീവ് ആനോഡും കൊടുക്കും. എന്താ ചെയ്യാ? നെഗറ്റീവ് കാഥോഡും പോസിറ്റീവ് ആനോഡും കൊടുക്കും. ഓക്കെ, നെഗറ്റീവ് കാഥോഡും പോസിറ്റീവ് ആനോഡും കൊടുക്കും. ഓക്കെ, അപ്പൊ എന്താ? ഇവിടെ നെഗറ്റീവ് ആണ്, ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പൊ അവിടെ ഒരു കറണ്ട് കൊടുത്തു ഇവര്. എന്തിനാണെന്നറിയോ ഇത് കൊടുക്കുന്നേ? ശ്രദ്ധിച്ചേ, ഇനി മിസ് പറഞ്ഞു തരാം ഇതെങ്ങനെയാ നടക്കുന്നതെന്ന്. അപ്പൊ മിസ് ആദ്യം പറഞ്ഞത് എന്താ? ഒരു പാത്രം, ആ പാത്രത്തിൽ ഒരു മീഡിയം ഉണ്ട്, നമ്മൾ ഫുള്ളായിട്ട് അഗരോസ് ജെൽ ഒഴിച്ചു കൊടുത്തു. ഈ അഗരോസ് ജെൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു 4 ഹോളുകൾ കാണാം. ആ 4 ഹോളുകളെ പറയുന്ന പേരെന്താണ്? വെൽസ് അഥവാ കുഴികൾ. വെൽസ് എന്നാ പറയാ. എന്നിട്ട് ഒരു കറണ്ട്, ഒരു ഇലക്ട്രിസിറ്റിയും നമ്മൾ അപ്ലൈ ചെയ്തെടുത്തു. ഇലക്ട്രിസിറ്റി എങ്ങനെയാ കൊടുക്കുന്നേ? ഇവിടെ നെഗറ്റീവ് കാഥോഡും കൊടുത്തു, ഇവിടെ പോസിറ്റീവ് ആനോഡും കൊടുത്തു. ഓക്കെ, ഇനി എന്താണെന്ന് അറിയോ? നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ DNA ഫ്രാഗ്മെന്റ്സ് ഇല്ലേ? നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ? കുറേ ഫ്രാഗ്മെന്റ്സ് പല വലിപ്പത്തിലുള്ളത്. ചിലത് ഭയങ്കര വലുതായിരിക്കും, ചിലത് കുട്ടിയായിരിക്കും, ചിലത് വളരെ ചെറുതായിരിക്കും. ഓക്കെ, അവരെയൊക്കെ നമ്മൾ ഈ വെല്ലിന്റെ ഉള്ളിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. ഓക്കെ, അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഈ വെല്ലിന്റെ ഉള്ളിൽ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഫില്ല് ചെയ്ത് കൊടുത്തു. പല സൈസാണ് കേട്ടോ, ചിലത് വലുതായിരിക്കും, ചിലത് ചെറുതായിരിക്കും. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവണം ഏതാണ് നമ്മുടെ DNA ഫ്രാഗ്മെന്റ്. ഓക്കെ, എന്നിട്ട് കറണ്ട് കൊടുത്തു. ഓക്കെ, ബാറ്ററി ഓൺ ചെയ്തു, ഒരു കറണ്ട് കൊടുത്തു. കറണ്ട് കൊടുത്തപ്പോൾ എന്തുണ്ടായിന്നറിയോ മക്കളെ? ഈ DNAs ഒക്കെ ഓടി
പോസിറ്റീവ് സൈഡിലേക്ക് പോകാൻ തുടങ്ങി. എന്താ നമ്മൾ വെല്ലിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്ത DNA ഫ്രാഗ്മെന്റ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഓടി പോസിറ്റീവ് സൈഡിലേക്ക് പോകാൻ തുടങ്ങി. അത് എന്തുകൊണ്ടാ? നമ്മുടെ DNA ചാർജ് എന്ന് പറയുന്നത് ഏതാ? DNA-ക്ക് ഒരു ചാർജ് ഉണ്ട്, അറിയോ മക്കളെ? DNA ചാർജ് നെഗറ്റീവ് ആണ്. എന്താണ് മക്കളെ? DNA ചാർജ് എന്താ? നെഗറ്റീവ് ആണ്. DNA ചാർജ് എന്താ പറഞ്ഞേ? നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ വെല്ലിൽ കിടക്കുന്ന നമ്മുടെ DNAs നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ കറണ്ട് കൊടുക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും? പോസിറ്റീവ് ചാർജ് ഉള്ളിടത്ത് ഓടി പോകൂലേ? പോകൂലേടാ. കാരണം എന്താ? ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട്സ് അല്ലേ? ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജുകൾ എപ്പോഴും എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. നമ്മുടെ DNA നെഗറ്റീവ് ആയതുകൊണ്ട് ഈ പോസിറ്റീവ് എന്ത് ചെയ്യും? DNA പിടിച്ച് ഇങ്ങോട്ട് വലിക്കും. ഓക്കെ, അപ്പോൾ കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ DNA എന്ത് ചെയ്യും? ഓടി പോസിറ്റീവിൻ്റെ അടുത്തേക്ക് എത്തും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടടാ. എന്താണെന്നറിയോ? കുഞ്ഞാൾക്കാർ, അതായത് വണ്ണമില്ലാത്ത കുഞ്ഞാൾക്കാർ വേഗം ഓടി എവിടേക്ക് എത്തും? പോസിറ്റീവിൻ്റെ അടുത്തെത്തും. അതേ സ്ഥാനത്ത് കുറച്ച് വലുപ്പമുള്ള ഉണ്ടപ്പനായിട്ടുള്ള DNS ഒക്കെ പതുക്കെ എവിടെ എത്തുള്ളൂ? പോസിറ്റീവിൻ്റെ അവിടെ എത്തുള്ളൂ. ഈ ഫിഗറിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ. തീരെ മെലിഞ്ഞ ആൾക്കാർ എന്തായി? പോസിറ്റീവിൻ്റെ അടുത്തെത്തി. എന്നാൽ ഇങ്ങോട്ട് പോകുന്നോരം എന്ത് ചെയ്യുക? വലുപ്പം കൂടി വരിക. കാരണം എന്താ? നമ്മളൊരു ഓട്ട മത്സരം നടത്തിയെന്ന് വിചാരിക്കേ. നല്ല വണ്ണമുള്ളവരുണ്ട്, തീരെ മെലിഞ്ഞവരുണ്ട്. ആദ്യം ആരെത്തും? തീരെ മെലിഞ്ഞവരിലെത്തുക. അവർക്ക് പെട്ടെന്ന് ഓടാൻ പറ്റും അല്ലേ? അതേ സ്ഥാനത്ത് വണ്ണമുള്ളവരോ അവർ കുറച്ച് കഷ്ടപ്പെടണോ അല്ലെ? ഓടി എത്താൻ. അതുപോലെയാണ് നമ്മുടെ DNA ഫ്രാഗ്മെന്റ്സിന്റെ കാര്യം. ഓക്കെ, ഇവര് നെഗറ്റീവ്ലി ചാർജഡ് ആണ്. അപ്പൊ പോസിറ്റീവ് ചാർജിന്റെ അടുത്ത് ഓടുന്ന സമയത്ത് ഈ അഗരോസ് ജെല്ലിന്റെ ഉള്ളിൽ കൂടെ അല്ലേ ഇവർ ഓടുന്നത്? ഈ പാത്രം നമ്മൾ ഫുൾ എന്തായിട്ട് നിറച്ചു വെച്ചേക്കാം? അഗരോസ് ജെൽ കൊണ്ട് നിറച്ചു വെച്ചേക്കാം. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെയാണ് ഇവരെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നല്ല വണ്ണമുള്ള ആൾക്കാർക്ക് പതുക്കെ ഓടാൻ പറ്റുള്ളൂ. പക്ഷേ കുഞ്ഞു ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുഖമായിട്ട് ഓടാൻ പറ്റും. അപ്പൊ ഒന്ന് നോക്കിയടാ ഈ ഫിഗറിലേക്ക്. വലിപ്പം കുറഞ്ഞ ആൾക്കാര് പോസിറ്റീവിന്റെ അടുത്തും വലിപ്പം കൂടിയ ആൾക്കാര് നെഗറ്റീവ് സൈഡിന്റെ അടുത്തും ആയിരിക്കും നിൽക്കുക. ഓക്കെ, ഇപ്പൊ നോക്കിയേ, നമ്മുടെ DNA ഫ്രാഗ്മെന്റുകൾ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കപ്പെട്ടിട്ടില്ലേ? നമുക്ക് മനസ്സിലാക്കിക്കൂടെ? വലിപ്പമുള്ള ആൾക്കാരൊക്കെ ഇവിടെയാണ്, വലിപ്പം കുറഞ്ഞ ആൾക്കാരൊക്കെ ഇവിടെയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ നമ്മുടെ ഫ്രാഗ്മെന്റ് ഏതാണെന്ന്? അല്ലേ? നമുക്കറിയാലോ നമ്മുടെ ഇൻസുലിൻ ഫ്രാഗ്മെന്റിന് ഇത്ര വലിപ്പമുള്ളൂ, അപ്പൊ ഇതാണ് ഇവൻ എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം ഏതാണ് നമ്മുടെ ഫ്രാഗ്മെന്റ് എന്ന്. ഇതിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ മിസ്സിനൊരു ഡൗട്ട്. ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ഈസിലി കണ്ണോട് കാണാൻ പറ്റുമോ ഇവനെ? ഈ ഫ്രാഗ്മെന്റിനെ നമുക്ക് കാണാൻ പറ്റുമോ കണ്ണോണ്ട്? ഇല്ലടാ, നമുക്ക് കാണാൻ പറ്റൂല. അപ്പോ ഇവന്മാരിങ്ങനെ നിൽക്കുന്നത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ മക്കളെ? ഇതിന്റെ ഉള്ളിലേക്ക് കുറച്ച് എത്തിഡിയം ബ്രോമൈഡ് ഒഴിച്ചു കൊടുക്കണം. എന്താ ഒഴിച്ചു കൊടുക്കേണ്ടത്? എത്തിഡിയം ബ്രോമൈഡ്. എന്താ ഒഴിച്ചു കൊടുക്കേണ്ടത്? എത്തിഡിയം ബ്രോമൈഡ്. എന്നിട്ട് ഒരു UV ലൈറ്റ് ഉള്ള ഒരു ലാമ്പ് UV ലൈറ്റ് നൽകുന്ന ലാമ്പുകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ ലാമ്പ് ഇവിടെ ഒന്ന് വെച്ചു കൊടുക്കാം. UV ലൈറ്റ് ഉള്ള ലാമ്പ് ഒന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഈ DNA ഫ്രാഗ്മെന്റ്സ് ഇല്ലേ മക്കളെ, അത് നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളറായിട്ട് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? ഇങ്ങനെ സൈസിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി എന്താ നമ്മുടെ ഫ്രാഗ്മെന്റ് എവിടെയാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മുടെ DNA എവിടെയാണ് ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ DNA-നെ ഈ ഒരു ജെൽ എന്താ ഈ അഗരോസ് ജെല്ലിന്റെ ഉള്ളിലല്ലേ ഇവരിങ്ങനെ ഇരിക്കുന്നത് അല്ലെ? ഈ മെട്രിക്സിന്റെ ഉള്ളിലല്ലേ ഇവർ ഓടിച്ചെന്നിരിക്കുന്നത്? ഇവരെ അതിന്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത് നമ്മൾ എടുക്കും. എന്ത് ചെയ്തെടുക്കും? കട്ട് ചെയ്ത് നമ്മൾ എടുക്കും. നമുക്ക് നമ്മുടെ DNA വേണ്ടേ? യെസ്. അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എല്യൂഷൻ. എന്താ വിളിക്കുക മക്കളെ? എല്യൂഷൻ. ഓക്കെ, ഇതാണ് എന്താ? ജെൽ ഇലക്ട്രോഫോറസിസ്. മനസ്സിലായോ മക്കളെ? ഇതാണ് എന്താ? ജെൽ ഇലക്ട്രോഫോറസിസ്. അപ്പൊ എന്താണ് ജെൽ ഇലക്ട്രോഫോറസിസ്? ഒന്നും കൂടെ മിസ് പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ ഡിസൈഡ് ആയിട്ടുള്ള DNA ഫ്രാഗ്മെന്റിനെ ഐസൊലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് എന്താ? ജെൽ ഇലക്ട്രോഫോറസിസ്. ഈ ടെക്നിക്കിൽ ഒരു വെസൽ ഉണ്ട്. ആ വെസൽ നിറച്ചൊരു മെട്രിക്സ് അഥവാ ഒരു മീഡിയം ഉണ്ട്. ആ മീഡിയം എന്താ ഇവിടെ ഉപയോഗിക്കുന്നത്? എന്താ? അഗരോസ് ജെല്ലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ
4 വെൽസ് ഉണ്ട്. ഈ വെൽസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പല സൈസിലുള്ള DNA ഫ്രാഗ്മെന്റുകളെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇവിടെ കറണ്ട് അപ്ലൈ ചെയ്യും. കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ DNA ഫ്രാഗ്മെന്റ്സ് ഒക്കെ ഓടി എവിടേക്ക് പോകും? പോസിറ്റീവ് സൈഡിലേക്ക് പോകും. കാരണം എന്താ? നമ്മുടെ DNA ഫ്രാഗ്മെന്റിന്റെ എന്താ സൈൻ ഏതാ? നെഗറ്റീവ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ്ലി ചാർജ് അല്ലേ, അവരെന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യൂലേ? അപ്പോൾ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള DNA പോസിറ്റീവ് ചാർജ് പിടിച്ചു വലിക്കും. ഓക്കെ, പക്ഷെ ഇത് നമുക്ക് ഈസിലി കാണാൻ പറ്റില്ല, നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് എത്തിഡിയം ബ്രോമൈഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഒരു UV ലൈറ്റ്, ഒരു ലാമ്പ് വെച്ച് ഇങ്ങനെ അടിച്ചു കൊടുക്കും. നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നമ്മുടെ DNA ഫ്രാഗ്മെന്റ്സ് ബ്രൈറ്റ് ഓറഞ്ച് കളറായിട്ടിരിക്കുന്നത്. ഏത് കളറായിട്ടായിരിക്കുന്നത്? ബ്രൈറ്റ് ഓറഞ്ച് കളറായിട്ടിരിക്കുന്നത് കാണാം. നോക്കിയടാ, വലുപ്പം കുറഞ്ഞ ആൾക്കാരൊക്കെ ഈ സൈഡിലും, പോസിറ്റീവ് സൈഡിലും, വലുപ്പം കൂടിയ ആൾക്കാരൊക്കെ ഇവിടെ. ഓക്കെ, അപ്പോൾ സൈസിൻ്റെയും ചാർജിൻ്റെയും അടിസ്ഥാനത്തിലാണ് ജെൽ ഇലക്ട്രോഫോറസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? DNA ഫ്രാഗ്മെന്റ്സിനെ വേർതിരിച്ചെടുക്കുന്നത്. ഓക്കെ, ഇനി വേർതിരിച്ചെടുത്തു, നമ്മുടെ ആളെ നമുക്ക് മനസ്സിലായി. ഇനി എന്ത് ചെയ്യും? അവനെ ഈ അഗരോസ് ജെല്ലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? കട്ട് ചെയ്തെടുക്കും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്താ? എല്യൂഷൻ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പോൾ ഒന്ന് വായിച്ച എല്ലാവരും. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ഐസൊലേഷൻ ഓഫ് ഡിസൈർഡ് ജീൻ. എന്താണ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുമ്പോൾ? ഫസ്റ്റ് പോയിന്റ് അതാണ്. എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ഐസൊലേഷൻ ഓഫ് ഡിസൈർഡ് ജീൻ. നമുക്ക് ആവശ്യമുള്ള ഡിസൈർഡ് ജീൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആഗ്രഹിച്ച ജീനിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്ന, സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്താ? ജെൽ ഇലക്ട്രോഫോറസിസ്. ശ്രദ്ധിച്ചേടാ സ്റ്റെപ്സ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? DNA ഫ്രാഗ്മെന്റ്സ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് മോളിക്യൂൾ. DNAയുടെ ചാർജ് എന്താ? നെഗറ്റീവ് ആണ്. ഓക്കെ, ഇനി hence it moves towards the positively charged anode through the medium or matrix. അതുകൊണ്ട് അവർ എന്ത് ചെയ്യും? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആനോഡിന്റെ അടുത്തേക്ക് ഓടിപ്പോകും. എന്ത് വഴിയാണ് ഇവർ ഓടിപ്പോകുന്നത്? മെട്രിക്സിന്റെ ഉള്ളിൽ കൂടെ അല്ലേ ഓടിപ്പോകുന്നത്? യെസ്. മോസ്റ്റ് കോമൺ യൂസ്ഡ് മീഡിയം ഈസ് അഗരോസ് ജെൽ. ഇവിടെ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയം ഏതാണ്? അഗരോസ് ജെൽ. ഓക്കെ, ഇനി extracted from the red algae. റെഡ് ആൽഗയിൽ നിന്നാണ് ഈ അഗരോസ് ജെല്ലിനെ അവർ എന്ത് ചെയ്യുന്നത്? എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. അടുത്ത പോയിന്റ് മക്കളെ, സെപ്പറേറ്റഡ് ഫ്രാഗ്മെന്റ്സ് ക്യാൻ ബി വിഷ്വലൈസ്ഡ് ആസ് ഓറഞ്ച് കളേർഡ് ബാൻഡ്. അതായത് ബാൻഡ് ബൈ എക്സ്പോസിംഗ് ടു UV ലൈറ്റ് ആഫ്റ്റർ സ്റ്റെയിനിങ് വിത്ത് എത്തിഡിയം ബ്രോമൈഡ്. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇവർ ഓടിപ്പോയി, ആനോഡിന്റെ അടുത്ത് പോയിരുന്നു. ഇവർ ഓടിപ്പോയി ആൾക്കാരെ നമുക്ക് നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല. അവരെ കാണണമെങ്കിൽ എത്തിഡിയം ബ്രോമൈഡിൽ ഇവർ എന്ത് ചെയ്യണം? സ്റ്റെയിൻ ചെയ്യണം, ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് UV ലൈറ്റ് അടിച്ചു കൊടുത്താൽ മാത്രമേ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാണാൻ പറ്റുള്ളൂ. Separated DNA fragments are cut off from the agarose gel and extracted. This step is called എന്താ? എല്യൂഷൻ. മക്കളെ, അപ്പോൾ ജെൽ ഇലക്ട്രോഫോറസിസ് ഇതാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മൾ സ്റ്റെപ്പുകളൊക്കെ പഠിച്ചു. എന്താണ് സ്റ്റെപ്സ് എന്നും കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ നേരത്തെ മിസ് പറഞ്ഞു എന്തോരം വിട്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് മിസ്സിനൊരു കൺഫ്യൂഷൻ വന്നതാണ് കേട്ടോ. മിസ് സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് എല്ലാം പറഞ്ഞത്. ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഏത് ജെല്ലാണ് യൂസ് ചെയ്യുന്നത്? അഗരോസ് ജെൽ. പിന്നെ പഠിക്കേണ്ടത് ഏത് സ്റ്റെയിൻ ഉപയോഗിച്ചിട്ടാണ് DNA കാണുന്നത്? എത്തിഡിയം ബ്രോമൈഡ്. വെറുതെ നോക്കിയാൽ കാണോ? ഇല്ല. നമ്മൾ UV ലൈറ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ട DNA-നൊക്കെ തിരിച്ചറിഞ്ഞു. ഇനി അതിൽ നിന്ന് അവനെ കട്ട് ചെയ്തെടുക്കണ്ടേ? ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? എല്യൂഷൻ. അതും നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് മെയിൻ ആയിട്ട് ചോദിക്കുക, ഈ റെഡ് ആയിട്ട് മിസ് കൊടുത്തിരിക്കുന്നത് അഗരോസ് ജെൽ, എത്തിഡിയം ബ്രോമൈഡ്, പിന്നെ ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് എല്യൂഷൻ എന്താണെന്ന്. ഇതാണ് നമ്മുടെ എന്ത്? ജെൽ ഇലക്ട്രോഫോറസിസ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇത് കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി മിസ് നിങ്ങൾക്ക് ഒരു ഫിഗർ കാണിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ശരിക്കും എന്ത് കാണുന്നത്? ജെൽ ഇലക്ട്രോഫോറസിസ് കാണുന്നത്. നോക്കിയടാ, ഓറഞ്ച് കളർ ആയിട്ടല്ലേ നമ്മുടെ DNA ഫ്രാഗ്മെന്റ്സിനെ കാണുന്നത്? അതിന്റെ സൈസ് അനുസരിച്ചിട്ടല്ലേ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? നോക്കിയടാ, കുട്ടി ആൾക്കാരൊക്കെ എവിടെയാ വന്ന് നിൽക്കുന്നത്? ഈ ഒരു റീജിയനിൽ അല്ലേ? സൈസ് കുറഞ്ഞ ആൾക്കാർ വേഗം ഓടിയെത്തും. സൈസ് കൂടി ഉണ്ടപ്പക്രും ആൾക്കാർ എവിടെയാ നിൽക്കുക? ഈ അറ്റത്ത്. കണ്ടോ? ഇത്തിരി വണ്ണുള്ള ആൾക്കാർക്കൊന്നും ഓടിയെത്താൻ പറ്റിയില്ല. പക്ഷേ സൈസ് കുറഞ്ഞ ആൾക്കാർ എവിടെയാ നിൽക്കുന്നത്? ഇവിടെ. അപ്പൊ സൈസിന്റെയും ചാർജിന്റെയും അടിസ്ഥാനത്തിലാണ് DNAസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? തരംതിരിക്കുന്നത്. ഇതാണ് കേട്ടോ ശരിക്കും അതിനുള്ള സ്ട്രക്ചർ. അപ്പൊ എത്തിഡിയം ബ്രോമൈഡ് ഒഴിച്ചു കൊടുത്തു, UV ലൈറ്റ് അടിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഓറഞ്ച് കളറായിട്ട് ആരെ കാണും? DNAസിനെ കാണും. ഇതാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിക്കാതെ ആരും എക്സാമിന് പോവരുത്. ഈ പോർഷനിൽ നിന്ന് മിസ് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? കണ്ടന്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി നമ്മൾ ഓൾറെഡി കഴിഞ്ഞു.
ടൂൾസ് ഇൻ റീകോംബിനന്റ് DNA ടെക്നോളജി കഴിഞ്ഞു. പിന്നെ എന്താ, പ്രോസസ് ഇൻ റീകോംബിനന്റ് ടെക്നോളജിയിലെ 3 ആൾക്കാരെ പറ്റി നമ്മൾ പഠിച്ചു. ഈ എൻസൈംസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ടേബിൾ പഠിക്കണം. ഓക്കെ, അടുത്തത് എന്താ നമ്മൾ പഠിച്ചത്? സ്പൂളിംഗ് എന്താണെന്ന് പഠിച്ചു. 2024 ക്വസ്റ്റ്യൻ ആണ് സ്പൂളിംഗ്, മറന്നു പോകരുത്. അടുത്തത് എന്താ നമ്മൾ പഠിച്ചത്? ജെൽ ഇലക്ട്രോഫോസിസ്. അപ്പോൾ 3 പ്രോസസ്സുകൾ നമ്മൾ പഠിച്ചു. ബാക്കിയുള്ള പ്രോസസ്സുകളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇത് പഠിച്ച് ഇതിൻ്റെ നോട്ടുകൾ എല്ലാവരും എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത പാർട്ടുമായിട്ട് മിസ് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക്